എൻ്റെ പേര് മേരി പൗലോസ്. ഞാൻ കാക്കനാട് അടുത്ത് തെങ്ങോട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയാണ്. 2018 ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല, വരുവാൻ സാധിക്കാത്തതുകൊണ്ട് 2022 വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ചേർന്നു. 2022 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 26 വർഷമായി എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോവുകയോ കുദാശകൾ കൂടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. നമ്മൾ പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് പോയി വീട്ടിൽ വന്നു കഴിഞ്ഞു. 8:30 സമയമായപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നാളെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞങ്ങളുടെ എൻ്റെ കൊച്ച് മധുവായിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആ ചടങ്ങിന് പോലും എൻ്റെ ഭർത്താവ് വന്നില്ല. അച്ഛന്മാരൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ച് പോയി. ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ പുള്ളി അവിടെ കിടന്ന് ഉറങ്ങും, പുള്ളി വരാറില്ല. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളി എല്ലാ ഞായറാഴ്ചകളിലും ശനി ഞായറോ പള്ളിയിൽ കുർബാനയുള്ളൂ. എല്ലാ ഞായറാഴ്ചകളിലും പുള്ളി പള്ളിയിൽ വരും. പള്ളിയിലെ ദീർഘനേരമുള്ള ശുശ്രൂഷകളിലെല്ലാം ക്രിസ്മസിനും ഈസ്റ്ററിനും പെരുന്നാളുകളിലും എല്ലാം പങ്കെടുക്കും. അത് യേശുവിനും മാതാവിനും 1000 നന്ദി. അതുപോലെ എൻ്റെ മോൻ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച് ഒരു വിഷയത്തിനും പാസ്സാവുകയില്ലായിരുന്നു. അമ്മ മാതാവിനോട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. 62% മാർക്കോടെ മോൻ പാസ്സായി. അതുപോലെ തന്നെ എൻ്റെ മകൾ IT മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം മൂലം 1.5 വർഷമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. ഭക്ഷണത്തിൻ്റെ മണം കേട്ടാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു ആ മകൾ. ആസ്പത്രികളിലെല്ലാം കൊണ്ടുപോയി ഡോക്ടർമാർ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് മരുന്ന് തീരുമ്പോൾ പിന്നെ അസുഖം തുടങ്ങും. അച്ഛൻ്റെ ഉടമ്പടി ആരാധന സമയത്ത് കുടലുണങ്ങിയ രോഗികളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അന്ന് മുതൽ മകൾക്ക് യാതൊരു അസുഖവുമില്ല. ഇവിടെ വരാറുണ്ട്, ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൂടാറുണ്ട്. അന്ന് മുതൽ എല്ലാ ഭക്ഷണവും കഴിക്കാം. അതുപോലെ 12 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനുണ്ടായിരുന്നു 2 വർഷമായിട്ട്. അമ്മ മാതാവ് അനുവദിക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് 1,90,000 രൂപ ഒരു സെൻറ്റിന് വെച്ച് അത് വിറ്റ് 1 മാസത്തിനുള്ളിൽ ആധാരവും നടക്കുവാൻ ദൈവം അനുവദിച്ചു. 20 വർഷമായി പണിത വീട് ഒന്ന് പെയിൻറ്റ് പോലും ചെയ്തില്ല. ഒരു കോട്ട് വൈറ്റ് വാഷ് അടിച്ചതാണ്. അന്ന് വീടാണെന്ന് പോലും തോന്നില്ലാത്ത അവസ്ഥയിൽ പള്ളിയിൽ പ്രദക്ഷിണം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കൾക്ക് പള്ളിയിൽ കൂടി പോകും. അതുകൊണ്ട് ഈ 2022 ആ വിഷയം ഞാൻ ഉടമ്പടിയിൽ വീട് പണി പൂർത്തിയാകാൻ വച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരുപാട് ബിസിനസ് കിട്ടുകയും സ്ഥലം വിൽക്കുകയും എല്ലാം ചെയ്ത് വീട് പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ മാതാവ് സാധിച്ചു. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരോടും പറയും മാതാവിനോട്ടിൻ്റെ അടുത്ത് പോകാനും പലരും ഇവിടെ വരാറുണ്ട്. ഒരു കൊച്ചിനോട് ഞാൻ വരണ്ട് ചേച്ചി ഇന്ന് ജപമാല റാലി 2023 വന്നപ്പോൾ പൈസ തന്നയച്ചു, നിയോഗങ്ങളും വെച്ചു. എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞ നിയോഗങ്ങളെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ വെറുതെ വിളിച്ചപ്പോൾ പറഞ്ഞു, കൊച്ചിനെന്തോ വിഷം തൊട്ട് ലക്ഷോർ ആശുപത്രിയിൽ കൂടുതലായി കിടക്കുകയാണ്. ചേച്ചി വിളിച്ചത് നന്നായി, എൻ്റെ ഇതുകൊണ്ടായിരിക്കും വിളിക്കാൻ തോന്നിയതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പോകാൻ എനിക്ക് നിവൃത്തിയില്ലാതെ തന്നെ എൻ്റെ വീടിൻ്റെ മുറിയിലിരുന്ന് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിത്ത് പുരട്ടി ഞാൻ 3 രഹസ്യങ്ങൾ ചൊല്ലി 153 മണി ജപം ചൊല്ലി കാഴ്ചവെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് വളരെ കുറവായി. ഒരാഴ്ച കൊണ്ട് കുറവായി. മരുന്നൊന്നും വേണ്ട, എല്ലാം കുറവായി. മോനെ കൊണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു മകൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, ചേച്ചി കാത് പഴുത്ത് ഒഴുകുകയാണ്, ചോര വന്നു, അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ കയ്യിൽ ഉപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ ഉപ്പില്ല, ചേച്ചിയുടെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ട്, അത് ചേച്ചി ഇട്ട് തരാം. മോന് വിശ്വാസമാണോ എന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തു. മാറിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, ചേച്ചി ഒരുപാട് നീരൊക്കെയാണ്. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും മാറുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് കുറവായി, പിറ്റേ ദിവസം ഇട്ട് കൊടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ആ കൊച്ചും ഇവിടെ വരാനിരിക്കുകയാണ്, ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാനസിക അസ്വസ്ഥമുള്ള മഠങ്ങളിൽ പ്രൊവിഷൻ ഹോളിലൊക്കെ പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും പൈസ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. മെഡിക്കൽ കോളേജിൽ ചോറ് പൊതി കെട്ടിക്കൊണ്ട് പിള്ളേരുടെ കയ്യിൽ വണ്ടിക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ജോലിക്ക് പോകുന്ന വഴി ഞാൻ മെട്രോൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കടയിൽ നിന്ന് ചോറോ അല്ലെങ്കിൽ പലഹാരങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും. എല്ലാവർക്കും പത്രം ജോലിക്ക് പോകുന്ന വഴിക്കും അതുപോലെ തന്നെ ആസ്പത്രികളിലും വീടുകളിലും എല്ലാം പത്രം വാങ്ങിച്ചു കൊടുക്കും. എല്ലാവരോടും കാണുന്ന എല്ലാവരോടും അമ്മ മാതാവിനെ പറ്റിയും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ പറ്റിയും എല്ലാം പറയും. അതുപോലെ ജീവിതത്തിൽ ഒത്തിരി എല്ലാവരോടും
ഭയങ്കര ദേഷ്യമാണ്. എല്ലാവരും നമ്മളെ അകറ്റി നിർത്തുന്നതുകൊണ്ട് പുള്ളി ഒരു കൈ സുഖമില്ലാത്ത വ്യക്തിയാണ്. പിന്നെ പള്ളിയിൽ നിന്നും പോകില്ലായിരുന്നില്ല ആദ്യം. അപ്പോൾ അതുകൊണ്ടൊക്കെ വീട് പണിതിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടക്കുറവായിരുന്നു. അപ്പോൾ നമ്മൾക്കും ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ മിണ്ടാനും തോന്നില്ല ഇഷ്ടക്കുറവുണ്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ആരെങ്ങനെ എന്ത് വിചാരിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് നമുക്ക് എന്തെങ്കിലും നമ്മളോട് ഇഷ്ടക്കുറവെന്ന് തോന്നിയ എല്ലാ ആൾക്കാരോടാണെങ്കിലും എല്ലാവരോടും ചെന്ന് മിണ്ടി സംസാരിച്ച് അതിന് ശേഷം 2 ആഴ്ചയിൽ ഒരിക്കൽ എന്നും ഞാൻ ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് കലൂർ പള്ളിയിലോ അല്ലെങ്കിൽ വല്ലാർപാടം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് ഞാൻ കുർബാന കൈക്കൊണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരണേ. ഞങ്ങളുടെ പള്ളിയിൽ ശനി ഞായറേ കുർബാനയുള്ളൂ. അതുകൊണ്ട് അത് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. ജപമാല റാണി ആവേ ആവേ ആവേ